ഇത് കണ്ടോ, എൻ്റെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പഴയ കാർ പോർച്ചൊക്കെ മാറ്റി പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചപ്പോൾ എൻ്റെ വെർട്ടിക്കൽ ഗാർഡനും പൊളിക്കേണ്ടി വന്നു. അപ്പോൾ പൊളിച്ച് കഴിഞ്ഞപ്പോൾ വീതി കൂടുതലായി. അപ്പോൾ അത് പുതിയതൊരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിട്ട് പുതിയതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കാർ ഷെഡ് പണിയുന്നതാണ്. ഇതിപ്പോൾ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പണികളൊക്കെ കഴിയും. അപ്പോൾ എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ ശരിയാക്കണം. പിന്നെ ചെടി വയ്ക്കാനുള്ള 2 സ്റ്റാൻഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കാണാം. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ചെടികൾ കുറച്ചും കൂടി പോട്ടിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പോസ്റ്റൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ മണ്ണിൽ ചാണകപ്പൊടി ചേർത്ത് കമ്പോസ്റ്റും ചേർത്ത് മണ്ണ് റെഡിയാക്കാണ് വെർട്ടിക്കൽ ഗാർഡനിലെ പോട്ടിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 1-2 കൊല്ലത്തേക്ക് നമുക്ക് റീപോട്ടൊന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പോസ്റ്റ് കൂട്ടുന്നത്. കമ്പോസ്റ്റ് കൂട്ടുമ്പോൾ മണ്ണിളക്കം ഉണ്ടാവും, നന്നായി വേര് പിടിച്ചോളും. മണ്ണിലാണെങ്കിൽ അത് തറഞ്ഞു പോവും. അപ്പോൾ അതിന് പകരമായിട്ട് ഈ കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റാണ്. അപ്പോൾ ഈ ചകിരി കമ്പോസ്റ്റ് ചേർത്താൽ മതിയാകും. അപ്പോൾ നമ്മളിവിടെ വെക്കുന്നത് കുറച്ച് നാൾ നിൽക്കുന്ന പോലത്തെ ഒരു ചെടിയാണ് വെക്കുന്നത്. പെട്ടെന്ന് കേട് വന്നു പോകുന്ന പോലെ വെച്ചാൽ എപ്പോഴും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ നിന്ന് ഈ പോട്ടെടുത്ത് മാറ്റി ചെടികളൊക്കെ മാറ്റേണ്ടി വരും. ഇതിപ്പോൾ ഇവിടെ മണി പ്ലാന്റ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലം അങ്ങനെ തന്നെ ഇരുന്നോളും. മണി പ്ലാന്റൊക്കെ വലുതായി വരുമ്പോൾ അതിലേക്ക് തന്നെ വളച്ച് വെച്ചാൽ മതി. വളച്ചിട്ട് ഒരു ഈർക്കിൽ കുത്തി കൊടുത്താൽ അവിടെ അങ്ങനെ തന്നെ നിന്നോളും. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് തല വെട്ടിക്കളഞ്ഞാലും മതി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് പഴയതുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ പുതിയത് കുറച്ചും കൂടി പോട്ട് മേടിച്ച് അതിൽ ഫില്ല് ചെയ്യാണ് ചെയ്തത്. മിൽക്കി ബാമ്പ് ഒന്നും ഒരു കേടും വരില്ല, കുറച്ചധികം നാളൊക്കെ നിന്നോളും. അതിൻ്റെ തലയൊന്ന് വെട്ടിക്കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ വളമൊന്നും അധികം ഇതിനാവശ്യമില്ല. ഇത് എൻ്റെ പഴയ പോട്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് വെച്ചാൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ച് മരുന്ന് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ പുഴു, ഒച്ച്, ഇതെല്ലാമാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ നശിപ്പിക്കാൻ വരുന്നത്. ഒച്ചാണ് മണി പ്ലാന്റ് വന്ന് തിന്നുപോകും. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അതായതിൽ ഇരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ പുഴു, ചെറിയൊരു പച്ചപ്പുഴു പോലത്തെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതിനും പുഴുക്കേടിന് മരുന്ന് തെളിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സാഫ്, ഇതിപ്പോൾ നമ്മൾ പുതിയ ചെടികൾ അതിൽ പ്ലാന്റ് പുതിയത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെച്ച പ്ലാന്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാഫ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേര് വേഗം പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സാഫ് കലക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ പണികളൊക്കെ അതേ കഴിഞ്ഞു, രാത്രിയായി. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പകല്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ദിവസം വരാം.